ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് എൽ ഡി സിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം റിമൈൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ഓഗസ്റ്റ് 1-ാം തീയതി പബ്ലിഷ് ചെയ്ത ഡിഗ്രി പ്രിലിംസിൻ്റെ റിസൾട്ട്, അതിൽ എൻ്റെ റിസൾട്ട് എന്താണ് എന്നുള്ളത് കൂടി പറയാനാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് എൽ ഡി സിയുടെ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിമൈൻഡർ എന്താണെന്ന് നോക്കാം. വേറെ ഒന്നുമല്ല, ഇടുക്കി മലപ്പുറം ജില്ലകളിൽ എക്സാം നടക്കാൻ പോകുന്നത് ഒക്ടോബർ 19-നാണ്. ഓക്കെ, അപ്പോൾ അത് കൺഫർമേഷൻ ഡേറ്റ് എല്ലാവരും ശ്രദ്ധിച്ച് കാണുമല്ലോ. 23/7/2024 മുതൽ 11/8/2024 വരെയാണ്. അപ്പോൾ ഇനി കൺഫർമേഷൻ കൊടുക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കുക. ലാസ്റ്റ് മൊമെൻറ്റിലോട്ട് വയ്ക്കും തോറും സൈറ്റ് കുറച്ച് സ്ലോ ആകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, മാത്രമല്ല ഹോൾ ടിക്കറ്റ്സ് അവൈലബിൾ ആകുന്നത് 5/10/2024 മുതലാണ് കേട്ടോ, 2 ഡിസ്ട്രിക്ട്സിൻ്റെയും. ഓക്കെ, അതുപോലെ തന്നെ എറണാകുളവും വയനാടും, ഈ 2 ഡിസ്ട്രിക്ട്സിനും എക്സാം ഡേറ്റ് കിടക്കുന്നത് ഒക്ടോബർ 5-നാണ്. 23/7/2024 മുതൽ 11/8/2024 വരെയാണ് കൺഫർമേഷൻ ഡേറ്റ് കൊടുക്കാൻ സാധിക്കുക. അതിൽ വ്യത്യാസമൊന്നുമില്ല. ഹോൾ ടിക്കറ്റ്സ് അവൈലബിൾ ആകുന്നത് സെപ്റ്റംബർ 20 മുതലാണ് കേട്ടോ, 2 ഡിസ്ട്രിക്ട്സിനും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റിമൈൻഡ് ചെയ്തു എന്നുള്ളൂ. മാത്രമല്ല, എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമുക്കറിയാമല്ലോ, അത്രയ്ക്കധികം കാര്യങ്ങളൊക്കെ ഈ ഒരു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നടന്നു കഴിഞ്ഞു. നമ്മളുടെ വയനാട്ടിലത്തെ കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ഓഗസ്റ്റ് 1-ാം തീയതിയാണ് കോമൺ ഡിഗ്രി പ്രിലിംസിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തത്. എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. അപ്പോൾ ഇതിൽ LSGI, അസിസ്റ്റൻറ്റ് മാനേജർ മുതലായവയിലേക്കാണ് ഞാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിലേക്കായിരുന്നു അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ്, ഡിഗ്രി പ്രിലിംസ് എഴുതിയിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. ഇത് ക്ലിയർ ചെയ്തിട്ടുള്ളവർ നല്ല രീതിയിൽ തന്നെ മെയിൻസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകുമായിരിക്കും. ഇനി സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ശ്രമിക്കുക. കാരണം നല്ലോണം പഠിക്കേണ്ടതുണ്ട്. അതിപ്പോൾ LSGI ആണെങ്കിലും ശരി, SI ആണെങ്കിലും ശരി, അതുപോലെ അസിസ്റ്റൻറ്റ് മാനേജർ ആണെങ്കിലും ശരി, ഏതാണെങ്കിലും ശരി, മെയിൻസ് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഓക്കെ, അപ്പോൾ ആ ഒരു കടമ്പകളും നമുക്ക് കടന്ന് ഒരു പോസ്റ്റിലേക്ക് എത്താൻ സാധിക്കട്ടെ കേട്ടോ. ഇനി ഇതിൽ കിട്ടാതെ പോയവർ ഒരിക്കലും നിരാശപ്പെടരുത്, ഒരിക്കലും ഡെസ്പറേറ്റ് ആവരുത്. കാരണം നമ്മുടെ മുന്നിൽ ഇനിയും കുറേയധികം എക്സാംസ് ഉണ്ട്. മാത്രമല്ല, ഇപ്പോൾ നമ്മൾ എഴുതാൻ പോകുന്ന LDC ആണെങ്കിൽ ശരി, വളരെയധികം അതായത് ഫസ്റ്റ് സ്റ്റേജ് ട്രിവാൻഡ്രം മാത്രമല്ല LDC നടന്നിട്ടുള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ട് LDC അതുപോലെ തന്നെ മറ്റ് എക്സാംസും ഒക്കെ കിടക്കുന്നുണ്ട്. അതിൽ മാക്സിമം ഒന്നായിട്ട് നിങ്ങളുടെ ആ ഒരു പഠിച്ച കാര്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു കഴിഞ്ഞ എക്സാമുകളിൽ വരുത്തി വെച്ച എറേഴ്സൊക്കെ റെക്ടിഫൈ ചെയ്തുകൊണ്ട് നമ്മളുടെ ആ ഒരു വീക്ക്നെസ്, നമ്മളുടെ പോരായ്മകളെ, ആ ഒരു എന്താണ് ആ ഒരു ഇതിൽ നിന്ന് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ആ ഘടകങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് നല്ല രീതിയിൽ മുന്നേറാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ ഇപ്പോൾ LDCക്ക് പഠിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക. ഒരിക്കലും ഈ ഒരു ലിസ്റ്റിൽ കയറിയില്ല എന്നുള്ള യാതൊരു വിഷമവും ആരുടെയും മനസ്സിൽ വേണ്ട. ഡെസ്പറേറ്റ് ഒന്നും ആകാതെ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ നോക്കുന്നത് ഏത് എക്സാമിന് റിലേറ്റഡ് ആയിട്ടുള്ളതാണോ അത് നന്നായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഇതിൽ നമ്മളെ സഹായിച്ച കുഞ്ഞു കുഞ്ഞു ഘടകങ്ങളൊക്കെ നമ്മളും ഷെയർ ചെയ്യാം കേട്ടോ. തുടർന്നുള്ള എക്സാംസിൽ ഈ ഒരു എക്സാം പാസ്സാവാനൊക്കെ സഹായിച്ച ഘടകങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇനി എഴുതാൻ പോകുന്നത് ഏതാണെങ്കിലും അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ സാധിക്കട്ടെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.